റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മെ ഈ ഒരു ലോകത്തും അനുഗ്രഹിക്കുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തുമാറാവട്ടെ. ഇബാദത്തുകൾ നിർവഹിക്കുന്ന പലരുടെയും മനസ്സിൽ വരാറുള്ള ഒരു ചിന്തയോ അസ്വസ്ഥതയോ ആണ് പലപ്പോഴും പല ഇബാദത്തുകളും മനസ്സാന്നിധ്യത്തോടുകൂടിയും ഭക്തിയോടുകൂടിയും നിർവഹിക്കാൻ കഴിയാറില്ല എന്നുള്ളത്. പല ആളുകളും ചില സമയത്തെങ്കിലും അതൊരു വേദനയായി പങ്കുവെക്കുകയും അതിന് പരിഹാരം തേടുകയുമൊക്കെ ചെയ്യാറുണ്ട്. നമ്മൾ ജീവിക്കുന്ന ഈ പുതിയ കാലത്തെ ഭൗതിക സംവിധാനങ്ങളും മനുഷ്യൻ്റെ ചിന്തകളെയും ആഗ്രഹങ്ങളെയും ശ്രദ്ധയെയുമൊക്കെ വഴിമാറ്റിവിടുന്ന പുതിയ പുതിയ സാഹചര്യങ്ങളുമൊക്കെയുള്ള ഈ കാലത്ത് ഇത്തരത്തിലുള്ള ആശങ്കകളും പരാതികളുമൊക്കെയുള്ള ആളുകളുടെ എണ്ണം കൂടിക്കൂടി വരികയാണ്. ഇത് പലപ്പോഴും സംഭവിക്കുന്നത് പടച്ചറബ്ബിനോട് ഏറ്റവും കൂടുതൽ നമ്മൾ അടുക്കുന്ന വളരെ മർമ്മപ്രധാനമായ ഒരു ഇബാദത്ത് എന്ന് ഇസ്ലാം പഠിപ്പിച്ചിട്ടുള്ള നമസ്കാരം എന്ന് പറയുന്ന കർമ്മത്തിൻ്റെ കാര്യത്തിലാണ്. നമ്മൾ ദിവസേന നമസ്കരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ആ നിർവഹിച്ചു കൊണ്ടിരിക്കുന്ന നമസ്കാരത്തിൽ അത് ഇഖ്ലാസോടുകൂടി നിർവഹിക്കാൻ, മനസ്സാന്നിധ്യത്തോടുകൂടി നിർവഹിക്കാൻ, നമസ്കാരത്തിൽ ശ്രദ്ധയും ഭക്തിയും കിട്ടാൻ എന്താണ് ചെയ്യേണ്ടത്? നമ്മുടെ കൂട്ടത്തിലെ ധാരാളം ആളുകൾ ഉത്തരം തേടുന്ന ഒരു ചോദ്യമാണത്. പലപ്പോഴും പലരുടെയും നമസ്കാരം എന്ന് പറയുന്നത് അത് യാന്ത്രികമാണ്. എന്ന് പറഞ്ഞാൽ എങ്ങനെയോ തുടങ്ങുന്നു, അത് ഓട്ടോമാറ്റിക്കായിട്ട് അങ്ങനെ അവസാനിക്കുകയും ചെയ്യുന്നു. ഒരു യാന്ത്രികമായ ഒരു പ്രവൃത്തിയായി പലപ്പോഴും നമ്മുടെയൊക്കെ നമസ്കാരം മാറുന്നില്ലേ എന്ന് നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം. ഒരുപക്ഷെ അങ്ങനെ ആയതുകൊണ്ടാണ് പലപ്പോഴും ചില സമയത്തെങ്കിലും മുമ്പിൽ നിൽക്കുന്ന ഇമാമിന് വല്ല പിഴവും സംഭവിച്ചാൽ, റക്അത്തുകളുടെ എണ്ണം കൂടുകയോ കുറയുകയോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു പിഴവ് സംഭവിച്ചാൽ പോലും തിരുത്തി കൊടുക്കാനുള്ള ഓർമ്മ പോലും പലപ്പോഴും പിന്നിൽ നിൽക്കുന്ന നമുക്ക് ഉണ്ടാവാറില്ല. പലരും അനുഭവങ്ങൾ പറഞ്ഞിട്ടുണ്ട്. നമസ്കാരത്തിൽ റക്അത്തുകളുടെ എണ്ണം കൂടുകയോ കുറയുകയോ ഒക്കെ ചെയ്ത് സലാം വീട്ടി കഴിഞ്ഞിട്ടത് പിന്നിലിരിക്കുന്നവരോട് ചോദിക്കുമ്പോൾ ശ്രദ്ധിച്ചില്ല, ഓർത്തില്ല എന്നൊക്കെ മറുപടി പറഞ്ഞതായിട്ട്. ഞാൻ പറയുന്നത്, നമ്മൾ നിർവഹിച്ചു കൊണ്ടിരിക്കുന്ന നാളെ പരലോകത്ത് ഏറ്റവും ആദ്യമായി നമ്മോട് ചോദ്യം ചെയ്യുന്ന നമസ്കാരം, ആ നമസ്കാരത്തിൻ്റെ ചൈതന്യമാണ് യഥാർത്ഥത്തിൽ ഖുശൂ എന്ന് പറയുന്നത്, അഥവാ ഭയഭക്തി എന്ന് പറയുന്നത്. അള്ളാഹുവിനോടുള്ള ഭക്തിയോടെയും അവൻ തന്നെ നിരീക്ഷിക്കുന്നുണ്ട് എന്നുള്ള ബോധത്തോടെയും ആ അർത്ഥത്തിൽ നമസ്കരിക്കുന്നതിനാണ് യഥാർത്ഥത്തിൽ ഖുശൂ എന്ന് പറയുക. നമസ്കാരത്തിൽ ഈ ഖുശൂ അഥവാ ഭയഭക്തി ഉണ്ടാകുമ്പോഴാണ് നമസ്കാര ആത്മാവുള്ളതായിട്ട് മാറുക. ഭയഭക്തി ഇല്ലാത്ത നമസ്കാരങ്ങൾ ആത്മാവില്ലാത്ത നമസ്കാരങ്ങളാണെന്നാണ് പറയുന്നത്. പ്രിയമുള്ളവരെ, നമ്മുടെ നമസ്കാരങ്ങളിൽ അത് പാഴ്വേലയായി മാറാതിരിക്കാൻ, അതിൽ ഭയഭക്തിയും ഏകാഗ്രതയുമൊക്കെ കിട്ടാൻ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന, എന്നാൽ പലപ്പോഴും നമ്മൾ ശ്രദ്ധിക്കാതെ അവഗണിക്കാൻ സാധ്യതയില്ല ചില കാര്യങ്ങൾ അക്കമിട്ടുകൊണ്ട് നമ്മുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാനാണ് ഞാൻ ഇന്ന് ഉദ്ദേശിക്കുന്നത്. നമസ്കാരത്തിൽ ഖുശൂ ഉണ്ടാവാൻ, ഭയഭക്തി ഉണ്ടാവാൻ, അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് മഹാന്മാരായ പണ്ഡിതന്മാർ പഠിപ്പിക്കുന്ന ഒന്നാമത്തെ കാര്യം, ഹദീസുകളെ മുമ്പിൽ വെച്ചുകൊണ്ട് ജീവിതത്തിൽ ഭയഭക്തി കാത്തു സൂക്ഷിക്കുക എന്നതാണ്. നമസ്കാരത്തിൽ ഭയഭക്തി ലഭിക്കുന്നില്ലെന്ന് കരുതുന്നവർ ഒന്നാമതായി അറിഞ്ഞിരിക്കേണ്ട കാര്യം നമ്മുടെ ജീവിതത്തിൽ ഭയഭക്തി ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്.
നമസ്കാരത്തിന് പുറത്ത് അഥവാ ജീവിതത്തിലെ മറ്റു പല മേഖലകളിലും ഭയഭക്തി കാത്തു സൂക്ഷിക്കുന്നവന് മാത്രമേ നമസ്കാരത്തിലും ഭയഭക്തി ലഭിക്കുകയുള്ളൂ. പള്ളിയിൽ നിന്ന് പുറത്തിറങ്ങി നമസ്കാരം കഴിഞ്ഞാൽ എനിക്കെന്തുമാകാം എന്ന രീതിയിൽ ചിന്തിക്കുകയും ജീവിക്കുകയും ചെയ്യുന്ന ആളുകൾ എനിക്ക് നമസ്കാരത്തിൽ തഖ്വ കിട്ടുന്നില്ല, ഭയഭക്തി കിട്ടുന്നില്ല, ഖുശൂ കിട്ടുന്നില്ല, ശ്രദ്ധ മാറിപ്പോവുകയാണ്, ഒരു മനസ്സാന്നിധ്യം കിട്ടുന്നില്ല എന്ന് പറയുന്നതിൽ യാതൊരു അർത്ഥവുമില്ല. ഇമാം ഇബ്നു ഖുദാമ റഹിമഹുല്ലാഹ് ഒരിക്കൽ പറയുന്നുണ്ട്, നമസ്കാരത്തിൽ നിന്റെ ഹൃദയത്തിൻ്റെ സാന്നിധ്യം ഇല്ലാത്തതായി നീ കണ്ടാൽ, അഥവാ നിനക്ക് നിന്റെ നമസ്കാരങ്ങളിൽ ഹൃദയത്തിൻ്റെ സാന്നിധ്യം നിനക്ക് അനുഭവിക്കാൻ കഴിയുന്നില്ലെങ്കിൽ അത് ഈമാനിൻ്റെ ദൗർബല്യമാണ് അതിൻ്റെ കാരണം എന്ന് നീ മനസ്സിലാക്കണം. അതുകൊണ്ട് ഈമാനെ നീ ശക്തിപ്പെടുത്താൻ വേണ്ടി പരിശ്രമിക്കുക എന്നാണ്. ഇപ്പം ഒന്നാമതായി നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമസ്കാരത്തിൽ ഭയഭക്തി ഉണ്ടാകണമെങ്കിൽ അവിടുന്ന് പുറത്തിറങ്ങുമ്പോൾ അത് ഉണ്ടാകണം. അപ്പോൾ ജീവിതത്തിൻ്റെ മറ്റു മേഖലകളിൽ ആ ഭയഭക്തിയും പടച്ചോനെക്കുറിച്ചുള്ള ധാരണയും ഖുശൂഉമൊക്കെ ഉണ്ടാകുന്നവർക്കാണ് നമസ്കാരത്തിലും ഭയഭക്തി ഉണ്ടാക്കിയെടുക്കാൻ കിട്ടൂ എന്നാണ് പറയുന്നത്. അത് മനസ്സുമായി ബന്ധപ്പെട്ടൊരു കാര്യമാണ്. രണ്ടാമതായി പറയാനുള്ളത്, നമസ്കാരത്തിലെ മുഴുവൻ കാര്യങ്ങളും അള്ളാഹുവിൻ്റെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ച ആ സുന്നത്തിൻ്റെ അടിസ്ഥാനത്തിൽ ചിട്ടപ്പെടുത്തുക എന്നുള്ളതാണ്. നമസ്കാരത്തിൻ്റെ ഓരോ രംഗങ്ങളും എങ്ങനെയാണോ അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചത് ആ അർത്ഥത്തിൽ നമ്മൾ അതിനെ ചിട്ടപ്പെടുത്തിയെടുക്കുക എന്നതാണ്. സല്ലു കമാ റഅയ്തുമൂനി ഉസല്ലി. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, നിങ്ങൾ ഓരോരുത്തരും നിങ്ങൾക്കിഷ്ടമുള്ള പോലെയല്ല നമസ്കരിക്കേണ്ടത്. സല്ലു കമാ റഅയ്തുമൂനി ഉസല്ലി. ഞാൻ എങ്ങനെയാണ് നമസ്കരിച്ചത് എന്ന് നിങ്ങൾക്ക് പഠിക്കാനോ മനസ്സിലാക്കാനൊക്കെ കഴിയും. അപ്പം ഞാൻ നമസ്കരിച്ചതുപോലെ നിങ്ങൾ നമസ്കരിക്കുക എന്നാണ് അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ വിളിച്ചുകൊണ്ട് പറയുന്നത്. അപ്പം അവിടെ നമുക്ക് മാതൃകയുണ്ട്. എങ്ങനെയായിരുന്നു റസൂലിൻ്റെ നമസ്കാരം? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കരിച്ചു കൊണ്ടിരിക്കുമ്പോൾ നബിയുടെ മാനസികാവസ്ഥ എന്തായിരുന്നു എന്ന് പോലും ആ അനുഭവങ്ങൾ ചില ഹദീസുകളിലൂടെ ചിത്രീകരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. അതല്ലാതെ നമുക്കിങ്ങനെ കൈകെട്ടി നിന്ന് പിന്നെ തോന്നുന്ന പോലെ അങ്ങ് നിസ്കരിക്കുക, തോന്നുന്ന പോലെ കൈകെട്ടുക, തോന്നുന്ന പോലെ സുജൂദ് ചെയ്യുക, അങ്ങനെ ഉണ്ടല്ലോ. സുജൂദ് പോലും എങ്ങനെ ചെയ്യണം, സുജൂദിൽ കൈകൾ എങ്ങനെ വെക്കണം, ഏതൊക്കെ ഭാഗങ്ങൾ നിലത്ത് മുട്ടണം, കാലെങ്ങനെ വെക്കണം, റുക്കൂ ചെയ്യുമ്പോൾ എങ്ങനെ ചെയ്യണം, ഇതെല്ലാം അല്ലാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ടല്ലോ. പക്ഷെ പലപ്പോഴും നമ്മളൊക്കെ നമസ്കരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഇത്തരം കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കാറില്ല. സുജൂദ് ചെയ്യുമ്പോഴൊക്കെ കാലുകൾ രണ്ടും ആ വിരലിൻ്റെ പള്ള നാട്ടി നിലത്ത് വെക്കുന്നതിന് പകരം അതിങ്ങനെ കൂട്ടി വെക്കുന്ന ആളുകളുണ്ട്. നമസ്കരിക്കാൻ വേണ്ടി കൈ കെട്ടുമ്പോൾ ഇമാം ഷാഫി റളിയല്ലാഹുവിൻ്റെ അഭിപ്രായത്തിൽ കൈ ഇതെങ്ങനെ കെട്ടണം എന്നാണ്. നമ്മൾ ഈ വാച്ച് കെട്ടണത്തുള്ള ഈ മണികണ്ഠുണ്ടല്ലോ അതിൽ പിടിച്ച് ഇങ്ങനെ കെട്ടണം എന്നാണ് ഇമാം ഷാഫി റളിയല്ലാഹുവിൻ്റെ അഭിപ്രായം. പല അഭിപ്രായങ്ങളുണ്ട്. പല ആളുകളും നിസ്കരിക്കുമ്പോൾ ഇങ്ങനെ കൈ കെട്ടിയിരിക്കുന്നത് കാണാം. നോക്കൂ, നിങ്ങൾ അള്ളാഹിൻ്റെ മുമ്പിൽ നിൽക്കുകയാണെന്ന ബോധം പോലുമില്ല, നമസ്കരിക്കാൻ വേണ്ടി നിൽക്കുമ്പോൾ വേറെന്തോ ഒരു വല്ല ഫുട്ബോൾ ഗ്രൗണ്ടിൽ പോയിട്ട് കളി കാണാൻ നിൽക്കുന്ന ഒരു ലാഘവത്തോടു കൂടി അങ്ങനെയൊക്കെ കിട്ടിയിട്ട് കൈ കിട്ടി നിൽക്കുന്ന ആൾക്കാരെ കാണാം. അങ്ങനെയൊന്നല്ല. നമസ്കാരത്തിലെ തക്ബീറത്തുൽ ഇഹ്റാം മുതൽ അങ്ങ് സലാം വീട്ടി അവസാനിക്കുന്നത് വരെയും ഓരോ കർമ്മങ്ങളും എങ്ങനെ ചെയ്യണം അത് കൃത്യമായി അല്ലാഹു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പം അത് അങ്ങനെ തന്നെ ഫോളോ ചെയ്യാൻ നമ്മൾ ശ്രദ്ധിക്കാത്തത് കൊണ്ടാണ് നമസ്കാരത്തിൽ ഖുശൂ കിട്ടാത്തത്. ഒരു കാരണമാണ്. അപ്പം കൈ കെട്ടുമ്പോൾ, റുക്കൂ ചെയ്യുമ്പോൾ, സുജൂദ് ചെയ്യുമ്പോൾ അങ്ങനെ ഉണ്ടല്ലോ, അകവും പുറവും നന്നാകണം എന്നാ ഫിഖിൻ്റെ അഭിപ്രായത്തിൽ. ഫിഖിൻ്റെ വീക്ഷണത്തിൽ രണ്ട് തരം നമസ്കാരം ഉണ്ട് എന്നാ. ഒന്ന് ബാഹ്യമായ പ്രകടനങ്ങളൊക്കെ നന്നാകണം, ബാഹ്യമായിട്ട്. മറ്റൊന്ന് ആന്തരികമായിട്ടും ശരിയാകണം. മനസ്സ് വേണം, ചെല്ലേണ്ടതൊക്കെ ചെല്ലേണ്ട പോലെ ചെല്ലണം. ഇങ്ങനെയുണ്ട്. അപ്പം രണ്ടാമതായിട്ട് പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നത് നമസ്കാരത്തിലെ ഓരോ കർമ്മങ്ങളും ഓരോ അനക്കങ്ങളും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെയാണോ കാണിച്ചു തന്ന് ആ അർത്ഥത്തിൽ നിങ്ങൾ ചിട്ടപ്പെടുത്തുകയും ക്രമപ്പെടുത്തുകയും ആ അർത്ഥത്തിൽ നിങ്ങൾ നമസ്കാരത്തെ മാറ്റിയെടുക്കാൻ ശ്രദ്ധിക്കുകയും ചെയ്യുക എന്നാണ്. മൂന്നാമത്തെ കാര്യം, നമസ്കരിക്കാൻ നിൽക്കുമ്പോൾ ഖുശൂ ഉണ്ടാകണമെങ്കിൽ അള്ളാഹുവിൻ്റെ മുമ്പിലാണ് നിൽക്കുന്നത് എന്ന ചിന്ത ഉണ്ടാകണം. അതോടൊപ്പം
അള്ളാഹുമായുള്ളൊരു അഭിമുഖ സംഭാഷണമാണ് ഞാൻ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നൊരു ധാരണ ഉണ്ടാകണം നമസ്കരിക്കുന്ന ആളുകൾക്ക് എന്നാണ്. അപ്പോൾ അള്ളാഹിൻ്റെ മുമ്പിൽ നിൽക്കുകയാണെന്ന ബോധത്തോടെയും ചിന്തയോടും കൂടി നമസ്കരിക്കാൻ നിൽക്കണമെന്നാണ്. അതുകൊണ്ടാണ് അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പഠിപ്പിച്ചത് ഫഇല്ലം തകുൻ തറാ ഫഇന്നഹു യറാക്. ഈ ബോധത്തോടു കൂടി നമസ്കരിക്കുക എന്നുള്ളതാണ്. നമുക്ക് അള്ളാഹിനെ അങ്ങോട്ട് കാണാൻ പറ്റൂലെങ്കിലും നമ്മളങ്ങനെ കൈകെട്ടുന്നതോടുകൂടി നമ്മുടെ മുമ്പിൽ അള്ളാഹ് ഇങ്ങനെ വന്ന് നിൽക്കുന്നുണ്ട്. ആ റബ്ബിൻ്റെ മുമ്പിലാണ് ഞാൻ നിൽക്കുന്നത് എന്ന ലോകരക്ഷിതാവായ, ജീവിതത്തിൽ മരണത്തിനു ശേഷം ഒരിക്കലെങ്കിലും ഞാൻ കാണണമെന്ന് കൊതിക്കുന്ന, കാണണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന ആ ലോകരക്ഷിതാവായ റബ്ബാണ് എൻ്റെ മുമ്പിൽ വന്നു നിൽക്കുന്നത്. ആ റബ്ബിൻ്റെ മുമ്പിലാണ് ഞാൻ നിൽക്കുന്നത് എന്ന ബോധവും ബോധ്യവും ആദ്യം മനസ്സിലുണ്ടാക്കിയെടുക്കണം നമസ്കരിക്കാൻ നിൽക്കുമ്പോൾ എന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, ഇന്ന റജുല ഇദാ ഖാമ യുസല്ലി അക്ബറല്ലാഹു അലൈഹി ബിവജ്ഹിഹി ഹത്താ യൻഖലിബ. ഒരു മനുഷ്യൻ നമസ്കരിക്കാൻ വേണ്ടി കൈകെട്ടിക്കഴിഞ്ഞാൽ അള്ളാഹ് അവൻ്റെ മുമ്പിൽ അങ്ങനെ വന്നു നിൽക്കുന്ന പറഞ്ഞേ ഹദീസാണ്. നമ്മൾ ആരെങ്കിലും നമസ്കരിക്കാൻ നിൽക്കുമ്പോൾ ഈ ചിന്ത ഉണ്ടാകാറുണ്ടോ? ഞാൻ നിയ്യത്ത് വെച്ച് ഇക്കാമത്ത് കൊടുത്ത് നിയ്യത്ത് വെച്ച് അങ്ങനെ അള്ളാഹു അക്ബർ എന്ന് കൈ കെട്ടുമ്പോൾ എൻ്റെ മുമ്പിൽ നേർക്കുനേരെ എൻ്റെ റബ്ബ് നേർക്കുനേരെ വന്ന് നിൽക്കുന്നുണ്ട്, എനിക്ക് അങ്ങോട്ട് കാണാൻ പറ്റുന്നില്ല എന്നേ ഉള്ളൂ. ഇങ്ങനത്തെ ഒരു ചിന്ത നമ്മൾ ആരെങ്കിലും ആ തക്ബീറത്തുൽ ഇഹ്റാം അങ്ങനെ കെട്ടുമ്പോൾ അങ്ങനെ മനസ്സിൽ അതിങ്ങോട്ട് രൂപപ്പെടുത്തിയെടുത്തിട്ടുണ്ടോ? ഉണ്ടാക്കിയെടുക്കണം. ഇല്ലെങ്കിൽ അതിന് നമ്മൾ ശ്രമിക്കണം. റബ്ബിൻ്റെ മുമ്പിൽ ഞാൻ നിൽക്കുന്നുണ്ട്, റബ്ബ് എൻ്റെ മുമ്പിൽ നിൽക്കുന്നുണ്ട് എന്നൊരു ധാരണ. അതോടൊപ്പം തന്നെ നിൽക്കുക മാത്രമല്ല, ആ റബ്ബിനോടുള്ള, പടച്ച റബ്ബിനോടുള്ള ഒരു അഭിമുഖ സംഭാഷണമാണ് ഞാൻ നടത്തുന്നത് നമസ്കാരത്തിലൂടെ. മുനാജാത്ത് എന്നാണ് അത് ഹദീസുകളിലൊക്കെ അതിനെ പ്രയോഗിച്ചത്. മുനാജാത്ത് എന്നാണ് അഭിമുഖ സംഭാഷണം. നമസ്കാരം എന്ന് പറയുന്നത് പടച്ച റബ്ബിനോടുള്ള മുനാജാത്ത് എന്നാണ്. എന്താ മുനാജാത്ത് എന്ന് പറഞ്ഞാൽ? അശ്രദ്ധയോടുകൂടിയുള്ള സംസാരത്തെ മുനാജാത്ത് എന്ന് പറയൂല. ഒരലക്ഷ്യമായിട്ട് അശ്രദ്ധമായിട്ട് എന്തൊക്കെയാണ് ഇങ്ങനെ സംസാരിച്ച് നിൽക്കുക, അതിനെ മുനാജാത്ത് എന്ന് പറയില്ല. ചില പണ്ഡിതന്മാരൊക്കെ അതിനെ വിശദീകരിച്ചത്, പരസ്പരം ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന രണ്ട് സ്നേഹിതർ, അവർക്ക് പരസ്പരം സംസാരിക്കാൻ കിട്ടിയ വളരെ വിലപ്പെട്ട വളരെ കുറച്ച് സമയം എത്ര മനസ്സാന്നിധ്യത്തോടെ അവർ സംസാരിക്കുമോ ആ സംസാരത്തിനാണ് മുനാജാത്ത് എന്ന് പറയുക എന്നാണ് പറഞ്ഞത്. അപ്പോൾ എൻ്റെ റബ്ബിൻ്റെ മുമ്പിൽ ഞാൻ അങ്ങനെ കൈകെട്ടി നിന്നിട്ട് ഞാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്ന എൻ്റെ റബ്ബിനോട് മനസ്സ് തുറന്ന് പറയുന്ന ചില വിലപ്പെട്ട പങ്കുവെക്കലുകൾ, അതാണ് എൻ്റെ നമസ്കാരം. ഈ അർത്ഥത്തിൽ നമസ്കാരത്തെ കാണണം എന്നാണ് പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വർത്തമാനമുണ്ട്, ഇന്ന അഹദക്കും ഇദാ ഖാമ ഫീ സ്വലാത്തിഹി ഫഇന്നഹു യുനാജി റബ്ബഹു. നിങ്ങളിൽ ഒരാൾ നമസ്കരിക്കാൻ വേണ്ടി കൈകെട്ടി നിന്നാൽ അവൻ തൻ്റെ റബ്ബിനോട് രഹസ്യ സംഭാഷണം നടത്തുകയാണ്. ഫൽയൻദുർ കൈഫ യുനാജി. അതുകൊണ്ട് എങ്ങനെയാണ് ഞാൻ എൻ്റെ റബ്ബിനോട് രഹസ്യ സംഭാഷണം നടത്തേണ്ടത് എന്ന് ഓരോരുത്തരും നോക്കട്ടെ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ. നോക്കൂ, നമ്മൾ കൈകെട്ടിക്കഴിയുമ്പോൾ സലാം വീട്ടുന്നത് വരെയുള്ള നമസ്കാരത്തിലെ ഓരോ ദിക്റുകളും പ്രാർത്ഥനകളും നോക്കൂ നിങ്ങൾ. വജ്ഹത്ത് മുതൽ ഫാത്തിഹ സൂറത്ത് മുതൽ എല്ലാം അങ്ങനെയല്ലേ? മുമ്പിൽ നിൽക്കുന്ന ഒരു മനുഷ്യൻ മുമ്പിൽ നിൽക്കുന്ന ഒരാളോട് സംസാരിക്കുന്ന രൂപത്തിലുള്ള വർത്തമാനങ്ങളാണ് നമ്മൾ നമസ്കാരത്തിൽ പറയുന്നത്. അതിന് അർത്ഥങ്ങൾ പഠിച്ചത് മനസ്സിലാക്കാൻ കഴിയുമല്ലോ. അപ്പോൾ ആ അർത്ഥത്തിൽ നമസ്കാരത്തെ കാണണം. നമസ്കരിക്കാൻ വേണ്ടി ഇങ്ങനെ കൈകെട്ടുമ്പോൾ രണ്ട് ചിന്ത വരണം. ഒന്ന്, ഞാൻ എൻ്റെ റബ്ബിൻ്റെ മുമ്പിലാണ്, ഉടയ തമ്പുരാൻ്റെ മുമ്പിലാണ് ഞാൻ നിൽക്കുന്നത്. മറ്റൊന്ന്, ആ റബ്ബിൻ്റെ മുമ്പിൽ നിൽക്കൽ മാത്രമല്ല, എൻ്റെ മുമ്പിൽ വന്ന് നിൽക്കുന്ന റബ്ബിനോടുള്ള വളരെ രഹസ്യ സ്വകാര്യ സംഭാഷണത്തിലാണ് ഞാൻ. ഈ ഒരു ചിന്ത ഉണ്ടാക്കിയെടുക്കണം എന്നാണ് മൂന്നാമതായി പഠിപ്പിക്കുന്നത്. നമസ്കാരത്തിൽ ഖുശൂ കിട്ടാൻ നാലാമതായി ശ്രദ്ധിക്കേണ്ടത്, നിങ്ങളുടെ ജീവിതത്തിലെ അവസാനത്തെ നമസ്കാരമാണ് നിങ്ങൾ നമസ്കരിക്കുന്നത് എന്ന ഒരു ചിന്ത നിങ്ങൾക്കുണ്ടാകണം എന്നാണ്. നമസ്കരിക്കാൻ വേണ്ടി വുളു എടുത്തങ്ങ് പോകുമ്പോൾ തന്നെ മനസ്സിൽ വരണം, എൻ്റെ ഭൂമി ലോകത്തുള്ള ദുനിയാവിലെ ഏറ്റവും അവസാനത്തെ, അത് സുന്നത്താവട്ടെ ഫർളാവട്ടെ, അവസാനത്തെ നമസ്കാരത്തിലേക്കാണ് ഞാൻ ഈ കാലെടുത്ത് വെക്കുന്നത് എന്ന അർത്ഥത്തിൽ നമസ്കാരത്തിലേക്ക് പ്രവേശിക്കുക എന്നാണ്. തൻ്റെ റബ്ബുമായി, തൻ്റെ പടച്ചവനുമായി ഇനി ഒരിക്കൽ ദുനിയാവിൽ വെച്ചുകൊണ്ട് കൂടിക്കാഴ്ച നടത്താൻ എനിക്ക് അവസരമില്ല.
എൻ്റെ പടച്ചിറപ്പുമായി ഇനി ഒരിക്കൽ ദുനിയാവിൽ വെച്ചുകൊണ്ട് നേർക്കുനേരെ സംസാരിക്കാനും നേർക്കുനേരെ മുമ്പിൽ ചെന്ന് നിൽക്കാനും എനിക്ക് അവസരമില്ല എന്ന മനസ്സോടുകൂടി ഒരു ആത്മസുഹൃത്തിനോട് വിട പറയുന്നവൻ്റെ മനോവികാരത്തോടുകൂടി നിങ്ങൾ നമസ്കാരത്തെ സമീപിക്കണം. എങ്കിൽ ആ നമസ്കാരത്തിൽ ആത്മാർത്ഥതയും ഭയഭക്തിയുമൊക്കെ ഉണ്ടാകും എന്നാണ് പറയുന്നത്. അതാണ് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. നിങ്ങൾ നമസ്കരിക്കുമ്പോൾ ഈ ലോകത്തോട് യാത്ര പറഞ്ഞു പിരിയുന്ന ഒരാളുടെ നമസ്കാരമായിരിക്കണം നിങ്ങൾ നിർവഹിക്കേണ്ടത്. ഇതൊക്കെ നമുക്കുണ്ടാകാറുണ്ടോ? ളുഹറിന് വരുമ്പോൾ ഇനി എത്ര ളുഹറുകളുണ്ട്, ഇനിയും എത്ര സുന്നത്തുകളുണ്ട്, ഇനിയും എത്ര സുബഹിയുണ്ട്, ഇതാണ് നമ്മുടെ ധാരണ. അതല്ലാതെ ഇന്ന് ജുമഅയിൽ ഞാൻ പങ്കെടുക്കുമ്പോൾ ഈ നമസ്കരിക്കുന്ന 2 റക്അത്ത് ജുമഅ എൻ്റെ ജീവിതത്തിലെ അവസാനത്തെ നമസ്കാരമാണ് എന്ന ഒരു മനസ്സോടുകൂടി നമ്മൾ നിർവഹിച്ചു നോക്കൂ. അതിന് വല്ലാത്തൊരു ഭക്തിയും തഖ്വയും ഒരു മനസ്സാന്നിധ്യമൊക്കെ ഉണ്ടാകുന്നുള്ളതാണ്. അങ്ങനെ ഉണ്ടാകുമ്പോഴാണ് ആ തേങ്ങലക്ക മനസ്സെന്ന് വരിക. അബൂബക്കർ റളിയല്ലാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കാരത്തെക്കുറിച്ചൊക്കെ ഹദീസുകളിൽ കാണാൻ കഴിയുന്നത് എന്താ? അവരിങ്ങനെ നമസ്കരിക്കാൻ നിന്നാൽ അടുത്ത് നിൽക്കുന്നവർക്കെന്തോ ഹദീസിലുള്ളൊരു പ്രയോഗം എന്താണെന്ന് അറിയാം. ഈ ചീനച്ചട്ടിയിൽ നമ്മൾ എണ്ണയ്ക്കാക്കിയിട്ട് വെള്ളം തെളിക്കുമ്പോൾ ഒരു ശബ്ദം വരുമല്ലോ എന്ന് പറഞ്ഞിട്ട്, എന്നതുപോലുള്ളൊരു ഇരമ്പൽ ശബ്ദം ഈ ഹബീബിൻ്റെയും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിൻ്റെയൊക്കെ അടുക്കൽ നിസ്കരിക്കാൻ നിന്നാൽ ഇങ്ങനെ ഒപ്പം നിൽക്കുന്നവർക്കത് കേൾക്കാൻ കഴിയും. എന്ന് പറഞ്ഞാൽ എല്ലാം പടച്ച റബ്ബിൻ്റെ മുമ്പിൽ അങ്ങ് കൊടുത്ത്, റബ്ബിൻ്റെ മുമ്പിൽ അങ്ങോട്ട് മനസ്സിനെ കൊടുത്ത് നിസ്കരിക്കുമ്പോൾ വരുന്ന വല്ലാത്തൊരു വികാരം, വല്ലാത്തൊരു മാനസികാവസ്ഥ, ഇതാണ് പറഞ്ഞത്. അങ്ങനെ ഉണ്ടാകുമ്പോൾ അതൊക്കെ ഇങ്ങോട്ട് വരും, ഒരു സംശയമില്ല. ശ്രദ്ധിക്കണതൊക്കെ എങ്ങനെയെങ്കിലും നിസ്കരിച്ച് പോകലല്ല, ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. 5-മതായിട്ട് നമസ്കാരത്തിന് തകരാറ് വരുത്തുന്ന കാര്യങ്ങളൊക്കെയും നമസ്കാര സ്ഥലത്തു നിന്ന് ഒഴിവാക്കണം എന്നാണ്. ഇതൊക്കെ ഈ പുതിയ കാലത്ത് നല്ലോണം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. അതായത് പണ്ഡിതന്മാരത് വിശദീകരിക്കുന്നുണ്ട്. ചിത്രങ്ങളുള്ള മുസല്ല, നമസ്കരിക്കുമ്പോൾ മുൻഭാഗത്ത് ചുമരിലോ മറ്റൊക്കെ ഉള്ള വിരിപ്പ്, ചിത്രങ്ങൾ മറ്റൊക്കെ, ഇതൊക്കെ നമസ്കാരത്തിൻ്റെ ശ്രദ്ധയെ തിരിച്ചു കളയും. അതുകൊണ്ട് അത്തരം കാര്യങ്ങളൊക്കെ ഒഴിവാക്കണം എന്നാണ് പറഞ്ഞത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ ആയിഷ ബീവിയോട് പറയുന്നുണ്ട്, ചുമരിൽ തൂക്കിയ ഒരു വിരിപ്പ്, ഒരു കർട്ടൻ, ഒരു വിരി അവിടെ തൂക്കിയിരുന്നു ആയിഷ റളിയല്ലാഹു അൻഹ. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അമീതി അന്നാ ഖിറാമകി ഹാദാ ഫഇന്നഹു ലാ തസാലു തസാവീറുഹു തഇദു ഫീ സ്വലാത്തി. ആയിഷ, ആ ചിത്രങ്ങളുള്ള വിരിപ്പ് അവിടെ നിന്ന് മാറ്റാൻ, നിസ്കാരത്തിൻ്റെ ശ്രദ്ധയെ അത് കെടുത്തുന്നുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ. ഇത് വളരെ ഗൗരവത്തിൽ ശ്രദ്ധിക്കേണ്ടതാണ്. നമ്മൾ നമസ്കരിക്കാൻ നിൽക്കുമ്പോഴുള്ള മുസല്ലയാവട്ടെ, ഭൗതിക സാഹചര്യങ്ങളാവട്ടെ, നമ്മുടെ നമസ്കാരത്തിൽ നമ്മുടെ മനസ്സിനെ തെറ്റിച്ച് കളയുന്ന കാര്യങ്ങൾ ഉണ്ടാകാൻ പാടില്ല. ഇപ്പോഴൊക്കെ ഇറങ്ങണ മുസല്ലകളുണ്ടല്ലോ, പലതരം ചിത്രപ്പണികളാണ് അതിൽ, അല്ലേ? മൾട്ടി കളറിലുള്ള പലതരം ഡിസൈനുള്ള ഒക്കെ പോകും. നമസ്കാരത്തിൽ ശ്രദ്ധയ്ക്ക് അങ്ങോട്ടോ പോകും. അതുപോലെ ചുമരിൽ ചില പള്ളികളിലൊക്കെ കാണാൻ പറ്റും. ഈ ചില ഹദീസുകളുണ്ട്, സാന്ദർഭികമായിട്ട് പറയാം, പള്ളികൾ മോടി പിടിപ്പിക്കാൻ വേണ്ടി വല്ലാതെ പണം ചെലവഴിക്കാൻ പാടില്ല എന്നാണ്. ചില പള്ളികളൊക്കെ പോയി കണ്ടാൽ നമുക്ക് കാണാൻ കഴിയും, പിന്നെ ആ പള്ളിൻ്റെ ഉള്ളിൽ കയറിയാൽ തന്നെ ആകെ മനസ്സ് പോകും. പിന്നെ മുമ്പാകത്ത് കിബിലക്കണ്ട് തീരുന്ന ഭാഗത്ത് കണ്ട് ചുമരിൽ ആകപ്പാട് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് ഖുർആൻ ആയത്തുകളൊക്കെ ഡിസൈൻ ചെയ്ത് ഇങ്ങനെ കൊത്തിവെച്ച് അതിലൊക്കെ ഇങ്ങനെ ലൈറ്റ് വെച്ച് ഡിസൈൻ ചെയ്ത് നമസ്കരിക്കാൻ നിൽക്കുമ്പോൾ തന്നെ ആളുകളെ ശ്രദ്ധ തിരിച്ച് ലാ ഇലാഹ ഇല്ലല്ലയും തവക്കൽതു അലല്ലാഹെന്നും പിന്നെ വണ്ടിയിലും വീട്ടിലും ചുമരിലെഴുതി വെക്കാനുള്ളതൊന്നുമല്ല. അത് ആദ്യം മാറ്റണം. സാന്ദർഭികമായിട്ട് പറയാം, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ളതും തവക്കൽതു അലല്ലാഹ് എന്നുള്ളതൊന്നും കാറിൻ്റെ ചില്ലിൽ എഴുതാനുള്ളതോ പള്ളിൻ്റെ ചുമരിൽ കൊത്തി വെക്കാനുള്ളതൊന്നും അല്ല. ഇത് നമ്മൾ ആദ്യം തിരിച്ചറിയണം. അത് പോട്ടെ. എന്തായിരുന്നാലും ചില പള്ളിയിലൊക്കെ കയറിക്കഴിഞ്ഞാൽ സംഗതി മോടി പിടിപ്പിച്ചാണെങ്കിലും നമസ്കാരത്തിൻ്റെ ശ്രദ്ധയെ മനുഷ്യൻ്റെ പോവും. ചില ടൈൽസുകൾ, ചുമരിൽ ചില ചിത്രപ്പണികൾ, ചില മുസല്ലകൾ, ഇങ്ങനെ പലതും ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. ഇതൊക്കെ നമ്മുടെ നമസ്കാരത്തിൻ്റെ ശ്രദ്ധയെ തിരിച്ചു കളയുമെന്നുള്ളതാണ്, മനസ്സിലാക്കണം. അതുപോലെ പള്ളിയിൽ വരുന്ന ആളുകൾ കളിക്കാനിടുമ്പോൾ ജേഴ്സിയൊക്കെ ഇട്ട് വരുന്ന കുട്ടികളൊക്കെ ഉണ്ട്. ഇട്ട് വരാൻ പാടില്ല. ഇതൊക്കെ പിന്നിൽ നിൽക്കുന്നൊരു ശ്രദ്ധ അങ്ങനെ വേറെങ്ങോട്ടൊക്കെ എത്തിക്കഴിയും. ഇതൊക്കെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ആ തൂക്കിയ വിരിപ്പ് പോലും അവിടെ നിന്ന് എടുത്ത് മാറ്റിയെന്നാണ് പറഞ്ഞത്. കാരണം അതൊക്കെ നമസ്കാരത്തിൻ്റെ ഖുശൂഅ നഷ്ടപ്പെടുത്തുമെന്നാണ്. അപ്പോൾ അതുകൊണ്ട് പരമാവധി നമ്മൾ നമസ്കരിക്കാൻ നിൽക്കുമ്പോൾ അത്തരം ഭൗതിക സാഹചര്യങ്ങൾ, നമസ്കാരത്തിന് ശ്രദ്ധ മാറ്റിക്കളയുന്ന എന്തെല്ലാം ഉണ്ടോ പരമാവധി നിന്നൊക്കെ മാറി നമ്മൾ നമസ്കാരത്തെ കാണാനും ഒക്കെ കഴിയേണ്ടതുണ്ട് എന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ്. 6-മതായി പറയുന്നത്,
നമസ്കാരത്തിൽ പറയുന്ന കാര്യങ്ങളുടെ അർത്ഥവും ആശയവും മനസ്സിലാക്കുക എന്നുള്ളതാണ്. ഇതൊക്കെ വലിയ കാര്യങ്ങളാണ്. നമസ്കാരത്തിൽ നമ്മൾ ചൊല്ലുന്ന വജ്ഹത്ത് മുതൽ ഇങ്ങോട്ട് എല്ലാ കാര്യങ്ങളും അതൊക്കെ അർത്ഥം മനസ്സിലാക്കിയിട്ട് വേണം ചൊല്ലാൻ. എന്തെങ്കിലുമൊക്കെ കണ്ട് ചൊല്ലി ഓടി നിസ്കരിച്ച് പോവല്ല. ചൊല്ലുന്ന പ്രാർത്ഥനകളുടെ അർത്ഥം മനസ്സിലാക്കി പറയുമ്പോഴാണ് ഞാൻ നേരത്തെ പറഞ്ഞ കാര്യമുണ്ടല്ലോ, എന്ത് എൻ്റെ മുമ്പിൽ ഞാൻ കൈകെട്ടിയതോടുകൂടി എൻ്റെ മുമ്പിൽ വന്നിറങ്ങി നിൽക്കുന്ന റബ്ബിനോടുള്ള സംസാരമാണെന്ന് പറഞ്ഞല്ലോ. അത് ശരിക്കും ബോധ്യപ്പെടണമെങ്കിൽ അതിന് അർത്ഥം മനസ്സിലാക്കി വജ്ഹത്തു വജ്ഹിയ ലില്ലദീ ഫത്തറസ് സമാവാതി ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്നൊക്കെ പറഞ്ഞ് റബ്ബി ഗ്ഫിർലി വർഹം ഇതൊക്കെ കണ്ട് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം മനസ്സിലാക്കി അതുകൊണ്ട് ചൊല്ലുമ്പോൾ മനസ്സ് വേറെ എങ്ങോട്ടും പോവില്ല, എങ്ങോട്ടും പോവില്ല. നോക്കൂ, നമ്മൾ നമസ്കാരത്തിലൊക്കെ രണ്ട് സുജൂദുകൾക്കിടയിൽ ഇരുത്തത്തിലൊക്കെ നമ്മൾ ചില പ്രാർത്ഥനകളുണ്ടല്ലോ. അല്ലാഹുമ്മ ഗ്ഫിർലി വർഹംനി വജ്ബുർനി. എന്ത് പ്രാർത്ഥനയാണ് അത്? നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? എന്തുമാത്രം 6-7 ചോദ്യങ്ങളാണ് നമ്മൾ അള്ളാഹിനോട് ചോദിക്കുന്നത്. ആരെങ്കിലും അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടോ? അങ്ങനെ നമസ്കരിക്കായിരിക്കും അല്ലാഹു ഗ്ഫിർലി വർഹംനി ഇങ്ങനെ ചെടപടേ ചൊല്ലിപ്പോകുക എന്നല്ലാതെ. ഞാൻ കുറ്റപ്പെടുത്തല്ല, സാമാന്യം അത് സമുദായത്തെ വെച്ചാണ് പറയുന്നത്. ഇതൊക്കെ കൃത്യമായി ചെയ്യുന്നവരും ചൊല്ലുന്നവരൊക്കെ ഉണ്ട് നമ്മളെ കൂട്ടത്തിൽ. പക്ഷെ മൊത്തം സമുദായത്തിലെ ചില ചിത്രങ്ങളാണ് പറയുന്നത്. അല്ലാഹുമ്മ ഗ്ഫിർലി, പടച്ചോനെ അറിഞ്ഞും അറിയാതെയൊക്കെ ചെയ്തു പോയ തെറ്റുകൾ എനിക്ക് പുറത്തു തരണേ റബ്ബേ. വർഹംനി, റബ്ബേ ഞാൻ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിലും നിന്റെ ഗുണം, നിന്റെ റഹ്മത്ത് എനിക്ക് തരണേ റബ്ബേ. വജ്ബുർനി, എൻ്റെ ദൈനംദിന ജീവിതത്തിൽ പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ, പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോൾ തളരാതെ പിടിച്ചു നിൽക്കാൻ റബ്ബേ നീ എന്നെ സഹായിക്കണേ റബ്ബേ. അതിനുള്ള ശക്തി എനിക്ക് നീ തരണേ റബ്ബേ. വർഫഅനി, ഞാൻ ചെയ്യുന്ന മുഴുവൻ പ്രവർത്തനങ്ങളിലും ഇടപാടുകളിലും വ്യവഹാരങ്ങളിലും എനിക്ക് നീ ഉയർച്ച തരണേ റബ്ബേ. വർസുഖിനി, റിസ്ക് തരണേ റബ്ബേ. വഹ്ദിനി, എല്ലാ സമയത്തും ദുഷിച്ചതിലേക്കും വൃത്തികേടുകളിലേക്കും ക്ഷണിക്കുന്ന ഈ കാലഘട്ടത്തിൽ എന്നെ ശരിയായ ആദർശത്തിലൂടെ നീ കൊണ്ടുപോകണേ. വആഫിനി, ജീവിതത്തിൽ സുഖങ്ങളും സൗഖ്യവും എനിക്ക് തരണം. ഇങ്ങനെ എന്ത് അർത്ഥവത്തായ ചോദ്യങ്ങളാണ് പ്രിയമുള്ളവരെ നമ്മൾ ചോദിക്കണം നമസ്കാരത്തിൽ. അത് ഒരു കാര്യമാണ് ഈ പറഞ്ഞത്. ഇങ്ങനെ ഓരോ റുക്കൂവിലും സുജൂദിലും ഇടയിലിരിക്കുമ്പോഴും അത്തഹിയാത്തിൻ്റെ ഒക്കെ അവസാനത്തെ പ്രാർത്ഥനയ്ക്ക് നിങ്ങൾ ആലോചിച്ച് നോക്കൂ. അല്ലാഹുമ്മ ഗ്ഫിർലി മാ ഖദ്ദംതു തുടങ്ങുന്ന പ്രാർത്ഥന. ഇതൊക്കെ ഞാൻ പറയുന്നത്, ഇതിങ്ങനെ ഞാൻ തുടക്കത്ത് പറഞ്ഞതുപോലെ ഇങ്ങനെ അങ്ങോട്ട് കൈകെട്ടിയിട്ട് ഒരു യാന്ത്രികമായിട്ട് അങ്ങനെ അങ്ങോട്ട് കുറേ റുക്കൂ സുജൂദ് അവസാനം സലാം വീട്ടി പിന്നെ അറിയാണ്ട് കൈ ഇങ്ങനെ പൊക്കി സ്ഥിരം പറയുന്ന കുറേ പ്രാർത്ഥന ഇങ്ങനെ വന്നു. ഒരു ചടങ്ങല്ല. ഒരു ചടങ്ങ് നിർവഹിക്കുന്നതിനപ്പുറം ചൊല്ലുന്ന കാര്യങ്ങളുടെ അർത്ഥം മനസ്സിലാക്കി മനസ്സാന്നിധ്യത്തോടത് പറയുമ്പോൾ നമ്മുടെ നമസ്കാരങ്ങൾ ഭയഭക്തിയുള്ള നമസ്കാരങ്ങളായിട്ട് മാറും. ശ്രദ്ധിക്കണം. 7-ാമതായിട്ട് നമസ്കാരത്തിൽ സുജൂദിൻ്റെ ഭാഗത്തേക്ക് മാത്രം നോക്കുക എന്നുള്ളതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ചില ആളുകളുടെ സ്ഥിതി എന്താ? അവരുടെ നമസ്കാരങ്ങൾ, അവർ ദൃഷ്ടികൾ ആകാശത്തേക്ക് ഉയർത്തുന്നു. ആ വിഷയത്തിൽ വളരെ ശക്തമായിട്ട് നബി പറയാണ്, ഹദീസിൽ അങ്ങനെയാണ് ആ പ്രയോഗം. അതവർ അവസാനിപ്പിക്കണം. നമസ്കരിക്കാൻ നിൽക്കുമ്പോൾ 4 ഭാഗത്തേക്കും ചുവരിലേക്കും നോക്കുന്ന ആ സ്വഭാവം നിങ്ങൾ നിർത്തണം. ഇല്ലെങ്കിൽ നിങ്ങളുടെ കാഴ്ചകൾ റാഞ്ചിയെടുക്കപ്പെടും. അതിനെ പണ്ഡിതന്മാർ വിശദീകരിക്കുന്നുണ്ട്. അത്തരം ആളുകളുടെ കാഴ്ച നഷ്ടപ്പെടുമെന്ന് പണ്ഡിതന്മാർ അതിനെ വിശദീകരിക്കുന്നുണ്ട്. ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. നമസ്കരിക്കാൻ വേണ്ടി കൈകെട്ടിയെന്നാൽ പിന്നെ ഇങ്ങനെ 4 ഉറ നോക്കലല്ല. സുജൂദിൻ്റെ സ്ഥലത്ത് എവിടെയാണോ കൊണ്ടുപോയി നെറ്റികുത്തുന്നത് അവിടേക്കാണ് നോക്കേണ്ടത്, അവിടേക്കാണ് ശ്രദ്ധ കൊടുക്കുക, അവിടേക്കാണ് ശ്രദ്ധിക്കേണ്ടത്. അതല്ലാതെ ഇങ്ങനെ 4 പുറം നോക്കുക, ചുമരിലേക്ക് നോക്കുക, വാച്ചിക്ക് നോക്കുക, പിന്നെ ചുമരിലെ ആ ടൈൽസിൻ്റെ ചിത്രപ്പണി നോക്കുക, ആകാശത്തേക്ക് നോക്കുക, ഇതൊന്നും ചെയ്യാൻ പാടില്ല എന്നാണ്. പക്ഷെ പലപ്പോഴും നമുക്കൊക്കെ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അറിഞ്ഞോ അറിയാതെയോ സംഭവിക്കുന്ന ഒരു തെറ്റാണത്. ചില ആളുകൾ കൈ ഇങ്ങോട്ട് കെട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെ നോക്കും, നോക്കിട്ടാ നോക്കുക. അങ്ങനെയല്ല, സുജൂദിൻ്റെ സ്ഥാനത്തേക്ക് നോക്കുക എന്നുള്ളതാണ്. ചില ഹദീസിൽ കാണാൻ കഴിയും, അങ്ങനെ സുജൂദിൻ്റെ സ്ഥാനത്തേക്ക് നോക്കാതെ 4 ഭാഗം നോക്കുന്ന ആളുകളെക്കുറിച്ച് അവർ കഴുതയുടെ മുഖമായിട്ടാണ് നാളെ പരലോകത്ത് അവരെ കൊണ്ടുവരിക എന്നൊക്കെയാണ് ഔക്കമാക്കാൻ അങ്ങനെ കാണാൻ കഴിയും. ഇതൊക്കെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. ഞാൻ തുടക്കത്തിൽ പറഞ്ഞല്ലോ, ശ്രദ്ധിക്കാതെ പോകുന്ന ചില കാര്യങ്ങളാണ്. നമസ്കാരം ഇങ്ങോട്ട് പോകും വേറെ വഴിക്ക്. ഇതൊക്കെ വളരെ ഗൗരവത്തിൽ നമ്മൾ ഓർക്കണം. 8-ാമതായിട്ട് തുമഅനീനത്താണ്. തുമഅനീനത്ത് പറഞ്ഞാൽ ഒരു ശാന്തത, ഒരു അടക്കം. നമസ്കാരത്തിലെ ഓരോ കർമ്മങ്ങളും, റുക്കുഉം സുജൂദും, അങ്ങനെ ഓരോ കർമ്മങ്ങളും നിർവഹിക്കുമ്പോൾ അതിലൂടെയൊക്കെ അടക്കം പാലിക്കേണ്ടതുണ്ട്. ഒരു ശാന്തത ഉണ്ടാകണം എന്നാ പറഞ്ഞു. ധൃതി പിടിച്ച് നിസ്കരിക്കാൻ പാടില്ല ചുരുക്കി പറഞ്ഞാൽ.
ഒരിക്കലൊരു മനുഷ്യൻ വന്നിട്ട് ധൃതി പിടിച്ച് നമസ്കരിച്ചപ്പോൾ നബി അയാളെ വിളിച്ചു, ഇർജി ഫസല്ലി ഫൈനിക ലം തുസല്ലി, ഇടുവാ വേറെ നിസ്കരിക്കുക, അഞ്ച് നിസ്കരിച്ചിട്ടില്ല. നബി പറയാം, ഒരുത്തം വന്നിട്ട് പള്ളിയിൽ വന്ന് ചടപടാനായിട്ട് ധൃതി പിടിച്ച് നിസ്കരിച്ചപ്പോൾ നിസ്കാരം കണ്ട് പോകാൻ നിൽക്കുമ്പോൾ നബി പറഞ്ഞു, ഇടുവാ ആദ്യം നിസ്കരിക്കും, നീ നിസ്കരിച്ചിട്ടില്ല. ആരോട്? ധൃതി പിടിച്ച് നമസ്കരിച്ചവനോടാണ് പറഞ്ഞത്. കണ്ടോ, ഇതൊക്കെ ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബിമാരുമായിട്ട് ഇങ്ങനെ സംസാരിച്ചിരിക്കുക, നമസ്കരിച്ചിങ്ങനെ സംസാരിച്ചോടെ ഇരിക്കുക. അപ്പോൾ ഒരാളവിടെ നമസ്കരിക്കാൻ വേണ്ടി വന്നു. അങ്ങനെ അയാൾ റുക്കൂ ചെയ്തു, സുജൂദ് ചെയ്യുമ്പോൾ അയാൾ സ്പീഡിൽ സുജൂദ് ചെയ്തു എന്നാണ്. ആ ഹദീസിൽ എന്താണെന്നറിയോ, പറവകൾ ഈ ധാന്യം കൊത്തിയെടുക്കണ പോലെയെന്നാ സ്പീഡിൽ സുജൂദ് ചെയ്തു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ കൂടിയിരിക്കുന്ന ആളുകളോട് പറഞ്ഞെന്താണെന്നറിയോ, ഇത് നിങ്ങൾ ആരെങ്കിലും കണ്ടോ? ആ ചങ്ങാതി കാണിക്കുന്നുണ്ടോ? അവൻ്റെ നിസ്കാരം കണ്ടോ? പറവകൾ കൊത്തുന്ന പോലെ സുജൂദ് ചെയ്യുക, ചടപടേനെ സുജൂദ് ചെയ്യുക. നബി പറയാണ്, ഈ അവസ്ഥയിലാണ് നിങ്ങളിൽ ഒരാൾ മരിക്കുന്നതെങ്കിൽ അവൻ റസൂലിൻ്റെ മില്ലത്തിലല്ല മരിച്ചത് എന്ന് പറഞ്ഞാൽ, നമസ്കാരത്തിൽ ശാന്തതയില്ലാതെ ചടപടേനെ ധൃതി കാണിച്ച് നമസ്കരിച്ചാൽ അവൻ മുസ്ലിമായിട്ടല്ല മരിക്കുന്നത് എന്നാണ് ഈ പറഞ്ഞത്. നിസ്കരിക്കാത്തവനെ കുറിച്ചല്ല ഈ പറഞ്ഞത്, പിന്നെ അത് വേറെ പറഞ്ഞിട്ടുണ്ട്. നമസ്കാരത്തിൽ ധൃതി കാണിക്കുന്നതിനെ കുറിച്ചാണ് പറഞ്ഞത്. അപ്പോൾ അതൊക്കെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, നമസ്കാരത്തിലുള്ള കള്ളത്തരമാണ് ഏറ്റവും വലിയ കളവ് എന്നാണ്. നമസ്കാരത്തിൽ കാണിക്കുന്ന കളവാണ് ഏറ്റവും വലിയ കളവ്. ചോദിച്ചു സഹാബിമാർ, എന്താ റസൂലേ നമസ്കാരത്തിലെ കളവ് എന്ന് പറഞ്ഞാൽ എന്താ? റുക്കുവും സുജൂദും പൂർണ്ണമായിട്ട് ചെയ്യാണ്ടിരിക്കുക എന്നാണ് പറഞ്ഞത്. അങ്ങനെ ഉണ്ടല്ലോ, ഇങ്ങോട്ട് പോകുമ്പോഴേക്കണ്ട് എണിക്കുക, സുജൂദിൽ നെറ്റി മുട്ടിയല്ലേ എന്ന് സംശയം, അപ്പൊക്കെ ഇങ്ങോട്ട് എണിക്കുക. ഇമ്മാതിരി നമസ്കാരത്തെക്കുറിച്ചാണ് പറഞ്ഞത്. ഇത് വല്ലാത്ത കളവാണെന്നാണ് പറഞ്ഞത്. അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കുക സഹോദരന്മാരെ. നമ്മുടെ മക്കളെ കാര്യം ശ്രദ്ധിക്കണം, കുട്ടികളതിൽ കൂടുതലാകുക, അതൊക്കെ ശ്രദ്ധിക്കണം വീട്ടിലേ. 9, നമസ്കാരത്തിൽ അനാവശ്യ ചലനങ്ങൾ ഒഴിവാക്കുക എന്നുള്ളതാണ്. നമസ്കാരത്തിൽ ഭയഭക്തി കിട്ടാൻ, മനസ്സാന്നിധ്യം കിട്ടാൻ അനാവശ്യ ചലനങ്ങൾ ഒഴിവാക്കി. ഇമാം ഷാഫിയുടെ അഭിപ്രായത്തിൽ 3 തവണ തുടർച്ചയായിട്ട് അനങ്ങിയ നിസ്കാരം ബാത്തിലായില്ല. അവയവത്തിൻ്റെയും മനസ്സിൻ്റെയും കൂട്ടായ പ്രവർത്തനമാണ് യഥാർത്ഥത്തിൽ ഭയഭക്തി എന്ന് പറയുന്നത്. അപ്പോൾ ആവശ്യമില്ലാണ്ട് അനങ്ങാതിരിക്കുക, അനാവശ്യ ചലനങ്ങൾ. ചില ആൾക്കാർ നമസ്കരിക്കാൻ അങ്ങനെ ചൊറിഞ്ഞിട്ടും മാന്തിയിട്ടും അവിടെ തല്ലി ഇവിടെ തല്ലി, ഷർട്ട് അങ്ങനെ ആക്കി, പാൻറ് ഇങ്ങനെ ആക്കി, എന്തൊക്കെ ഗോഷ്ഠികളാ ചില ആളുകൾ നമസ്കരിക്കാൻ കാണിക്കാറില്ല. ശ്രദ്ധിക്കാണ്ട്, അതൊക്കെ നമ്മൾ ഗൗരവത്തിലെടുക്കേണ്ട കാര്യങ്ങളാണ്. ചില ആളുകൾ ഫോൺ എടുത്തിട്ട് നോക്കുന്ന ആളുകളുണ്ട്. മൊബൈൽ റിങ് ചെയ്താൽ അതെടുത്ത് നോക്കിയിട്ടാണ്, അത് മൂപ്പരാണ് അവിടെ ഇരിക്കട്ടെ, ആ അർത്ഥത്തിൽ ഇതെടുത്ത് നോക്കിയിട്ട് അവിടെ വെക്കുന്ന ആളുകൾ പോലും ഉണ്ട് നമസ്കാരത്തിൽ. എന്തൊക്കെയാണ് നമ്മൾ കാട്ടിക്കൂട്ടുന്നത്? കാലം മാറുമ്പോൾ എന്ത് ഫത്വ ഇറക്കാന്നതിൻ്റെ അർത്ഥം അങ്ങനെയാണോ? നമസ്കരിക്കാൻ നിൽക്കുമ്പോൾ നേരത്തെ പറഞ്ഞ അള്ളാഹിൻ്റെ മുമ്പിലാണ് നിൽക്കുന്ന ബോധം ആദ്യം ഉണ്ടാക്കിയെടുക്കണം. ഇതില്ലാത്തതുകൊണ്ടാണ് ഈ പരിപാടിക്ക് ചെയ്യുന്നത്. നമസ്കരിക്കാൻ നിൽക്കുമ്പോൾ റിങ് ചെയ്ത ഫോൺ എടുത്തിട്ട് നോക്കിയിട്ട് അവിടെ തന്നെ വെക്കുന്ന ആളുകൾ. ഇതൊക്കെ കണ്ട അനുഭവങ്ങളാണ് ഈ പറയുന്നത്. അപ്പോൾ അതൊക്കെ ശ്രദ്ധിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, ഒരിക്കൽ നമസ്കരിക്കുമ്പോൾ ഒരാളിങ്ങനെ ചൊറിഞ്ഞും മാന്തിയായിട്ട് നിസ്കരിക്കുക. അയാളെ കണ്ടപ്പോൾ എന്താ റസൂൽ പറഞ്ഞറിയോ? ലൗ ഹശഅ ഖൽബു ഹാദാ ലഖശഅത് ജവാരിഹുഹു. അവൻ്റെ ഹൃദയത്തിൽ പടച്ചോനെ പേടിയുണ്ടെങ്കിൽ അത് അവയവത്തിലും കാണുമായിരുന്നു എന്നാ. മനസ്സിലായില്ലേ? ഇപ്പം മനസ്സിൽ പടച്ചോനെ പേടിയില്ലെങ്കിൽ അവയവങ്ങളിലും ഉണ്ടാവില്ല. മനസ്സിൽ പടച്ചോനെ പേടിയുണ്ടെങ്കിൽ അത് അവയവങ്ങളിൽ പ്രകടമാകും. അപ്പോൾ ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണെന്നാണ് ഈ പറയുന്നത്. വളരെ ഗൗരവത്തോടെ നമ്മൾ കാണേണ്ട കാര്യങ്ങളാണ്. അപ്പോൾ ഇതൊക്കെ ഈ ഹാത്തിം അൽ അസ്മിനെ പോലുള്ള ആളുകൾ പറഞ്ഞത്, നിങ്ങൾ നമസ്കരിക്കാൻ വേണ്ടി എന്നാൽ കണ്ണിൻ്റെ മുമ്പിൽ കാബനെ കാണണം, വലതു ഭാഗത്ത് സ്വർഗം കാണണം, ഇടതു ഭാഗത്ത് നരകം കാണണം, ഇങ്ങനെയാണ് നിങ്ങൾ നിസ്കരിക്കാൻ നിൽക്കേണ്ടത് എന്നൊക്കെ ഹാത്തിം അൽ അസ്മിനെ പോലുള്ള പണ്ഡിതന്മാരൊക്കെ പറഞ്ഞിട്ട്. ഇനി ഒരുപാട് കാര്യങ്ങളുണ്ട്. കോട്ടുവായി ഇടാൻ പാടില്ല, നിസ്കരിക്കുമ്പോൾ കോട്ടുവായി ഇടാൻ പാടില്ല എന്നാണ്. ഇതൊക്കെ നമസ്കാരത്തിൻ്റെ ശ്രദ്ധ തിരിച്ചുവിടുന്ന ഹദീസുകളിൽ ഇബ്ലീസ് കയറി വരുന്നൊക്കെ ഉള്ളത്. ഞാൻ വിശദീകരിക്കുന്നില്ല ഒന്ന്. ഇങ്ങനെ ഒരുപാട് ഹദീസുകളെ കാണാൻ കഴിയും. അതുപോലെ ശരീരത്തിൻ്റെ പ്രാഥമിക ആവശ്യങ്ങൾ നിർവഹിച്ച ശേഷം നമസ്കരിക്കാൻ നിൽക്കുക ഹദീസിലുള്ളതാണ്. വിശന്ന് പൊരിഞ്ഞ് ഇരിക്കുക, ഭക്ഷണം വിളമ്പി വെച്ചിട്ടുണ്ട്, നിസ്കരിക്കാൻ പാടില്ല, തിന്നിട്ട് നിസ്കരിച്ചാൽ മതി എന്നാണ്. നിങ്ങൾക്ക് മലമൂത്ര വിസർജനത്തിന് അത്യാവശ്യമായ ഘട്ടമാണെങ്കിൽ അത് കഴിഞ്ഞിട്ടേ നിസ്കരിക്കാൻ പാടുള്ളൂ എന്നാണ്. ഇനി ജമാഅത്ത് പോകുമെന്ന് വിചാരിച്ച് ചടപടാൻ ഓടി വരരുത്. എന്താ കാരണം? വിശന്നിട്ടും മലമൂത്ര വിസർജനത്തിന് അത്യാവശ്യ ഘട്ടത്തിലൊക്കെ അതിന് പോകാതെ കഴിക്കാതെയൊക്കെ വന്നിട്ട് കൈകെട്ടിയെന്ന നിസ്കാര ശബ്ദം കിട്ടൂല. ആ ലോജിക്ക് അറിയണോണ്ടാണ് റസൂൽ അത് പണ്ടേ പറഞ്ഞത്. അപ്പോൾ ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യങ്ങളാണ് ഞാൻ സൂചിപ്പിച്ചു വരുന്നത്. നമസ്കാരത്തെ എങ്ങനെ സമീപിക്കണം എന്നറിയാൻ അള്ളാഹിൻ്റെ ഹബീബ് പറഞ്ഞ 3 വിശേഷണങ്ങളുണ്ട്. ഒന്നതറിയോ?
നമസ്കാരം സ്വർഗത്തിൻ്റെ താക്കോലാണ്. വേറൊരു വിശദീകരണം വേണ്ട. സ്വർഗമാകുന്ന പൂട്ട് തുറക്കാൻ ഉപയോഗിക്കുന്ന കീയാണ് നമസ്കാരം. എന്താ പറഞ്ഞത്? താക്കോൽ വികൃതമായാൽ പൂട്ട് തുറക്കാൻ പറ്റില്ല. നിങ്ങളുടെ നമസ്കാരമാകുന്ന താക്കോൽ അത് ഇപ്പറഞ്ഞ ഭയഭക്തിയില്ലാതെ വികൃതമാക്കിയാൽ അതുകൊണ്ട് സ്വർഗത്തെ തുറക്കാൻ പറ്റൂല. രണ്ടാമത്തെ മുനാജാത്ത് ഞാൻ നേരത്തെ പറഞ്ഞു, രഹസ്യ സംഭാഷണം. മൂന്നാമത്തെ മിഅ്റാജാണ്, ഒരു യാത്രയാണ്. കയ്യിങ്ങോട്ട് കെട്ടിക്കഴിഞ്ഞ് സലാമിലൂടെ സലാം പറയുന്നതോടുകൂടി അവസാനിക്കുള്ളൂ. അതുവരെയും അള്ളാഹുവിൻ്റെ അടുക്കിലേക്കുള്ളൊരു ആത്മീയ ലോകത്തേക്കുള്ള ഒരു യാത്രയാണ് നമസ്കാരമെന്നാണ് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ഇതിങ്ങനെയൊക്കെ മനസ്സിലാക്കിയത് കൊണ്ടാണ് മുൻഗാമികളൊക്കെ അങ്ങനെ നിസ്കരിച്ചത്. കണ്ടോ, ഒരു സഹാബിയെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടില്ലേ? യുദ്ധത്തിൽ ശരീരത്തിൽ തറച്ച അമ്പ്, അസ്ത്രം, അത് വലിച്ചൂരാൻ കഴിയുന്നില്ല, വേദന സഹിക്കാൻ പറ്റുന്നില്ല. അവസാനം അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ തറച്ച അസ്ത്രം അമ്പ് വലിച്ചെടുത്തത് അദ്ദേഹം നമസ്കരിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് പറഞ്ഞത്. നമസ്കരിച്ചു കൊണ്ടിരിക്കുമ്പോൾ നോക്കൂ നിങ്ങൾ, അത്ര മനസ്സാന്നിധ്യത്തോടുകൂടി നമസ്കരിക്കാൻ അവർക്കൊക്കെ കഴിഞ്ഞു എന്നാണ്. അപ്പോൾ ഞാൻ പറഞ്ഞത് പ്രിയമുള്ളവരെ, ഇതൊന്നും നമുക്കറിയാത്ത കാര്യങ്ങളല്ല. എന്നാൽ നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്നു എന്നതുകൊണ്ട് ഒരുപക്ഷെ നമ്മുടെ നമസ്കാരം ബാത്തിലാകാൻ കാരണമാകുന്ന ചില കാര്യങ്ങളെക്കുറിച്ച് സൂചിപ്പിച്ചതാണ്. അതുകൊണ്ട് നമസ്കരിക്കാൻ വേണ്ടി കൈകെട്ടുമ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധ വേണം. ഈ അർത്ഥത്തിലൊക്കെ നമസ്കാരത്തെ കാണാൻ നമുക്ക് കഴിഞ്ഞാൽ നമസ്കാരത്തിൽ ഖുശൂ ഉണ്ടാക്കിയെടുക്കാൻ കഴിയും, ഭയഭക്തി ഉണ്ടാക്കിയെടുക്കാൻ കഴിയും. അത്തരം ആളുകളെക്കുറിച്ചാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞാൽ ഓതി വെച്ച ആയത്ത് ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ, വിശ്വാസികൾ വിജയിച്ചിരിക്കുന്നു. ഇസ്മു തഫ്ദീലാണ്, സൂപ്പർലേറ്റീവ് ആ പ്രയോഗം. അഫ്ലഹ, വിശ്വാസികൾ ഏറ്റവും വലിയ വിജയം വിജയിച്ചിരിക്കുന്നു. എന്താ അവരുടെ പ്രത്യേകത? അല്ലദീന ഹും ഫീ സ്വലാത്തിഹിം ഖാശിഊൻ, അവർ നമസ്കാരത്തിൽ ഖുശൂ ഉള്ള ഭയഭക്തിയുള്ള ആളുകളാണെന്നാണ്. ആ നമസ്കാരക്കാരുടെ ഗണത്തിലേക്ക് പെടാൻ എനിക്കും നിങ്ങൾക്കും കഴിയണം. റബ്ബ് നമ്മെ തുണയ്ക്കുമാറാവട്ടെ.